ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ അത്താഴത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് വൈകുന്നേരത്തൊക്കെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ടൊരു റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ത്രൂ ഔട്ടായിട്ട് കാണുക, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വ്ളോഗ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈകുന്നേരം തന്നെ നല്ല രീതിക്ക് തണുത്ത കാറ്റും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ചിണുങ്ങിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് പോയി വീഡിയോ എടുത്തതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നല്ല വെയിൽ ആയിട്ട് വേനൽക്കാലം നല്ല ഉച്ചസ്ഥായിയിൽ നിൽക്കുക എന്ന് പറയുന്ന പോലെ നല്ല വെയിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നോമ്പെടുത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു മഴ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു റാഹത്തുള്ള ഒരു കാര്യമല്ലേ. അപ്പം ഇവിടെ നല്ലൊരു തണുപ്പും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഭയങ്കര നമുക്കൊരു കുളിർമയാണല്ലോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം എന്തെന്ന് വെച്ചാൽ നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. ഉച്ചയ്ക്കാണ് വെച്ചെങ്കിലൊക്കെ മക്കൾ സ്കൂളും ഒക്കെ ഉള്ള കാരണം രാവിലെ പോയാൽ ഭയങ്കര ടയേർഡായിട്ടായിരിക്കും തിരിച്ച് വരിക. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ മക്കൾക്ക് അധികം ടയേർഡ്നെസ്സും കാര്യങ്ങളോ ഒന്നും ഫീലായിട്ടില്ല കേട്ടോ. അവർ വരുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ മഴയും കാര്യങ്ങളും അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മഴ ഇങ്ങനെ വന്നിട്ട് തുള്ളി ഇടുമ്പോൾ ഒരു മണ്ണിൻ്റെ ഒരു മണം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ ചെറിയ മോൾ എന്തിനാണ് കരയണമെന്ന് വെച്ചാൽ മക്കൾ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അമ്മാൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ അമ്മാൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ മോളിനെ കൂട്ടാണ്ടേ പോയത്, അതിൻ്റെ വാശിയിൽ കരയാണ് കേട്ടോ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കുട്ടീനെ കൂട്ടിയിട്ട് പോയി. അപ്പം ഞാൻ എന്തായാലും അത്താഴത്തിനുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ എപ്പോഴും ഇല്ലേ അത്താഴത്തിന് ഉണ്ടാക്കാനായിട്ട് ഒരു ഏഷ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് നിന്നെന്ന് വെച്ചാൽ രാവിലെ വരെ കേടാവാണ്ടിരിക്കും. ഒരു 10 മണി വരെയൊക്കെ കേട് വരാണ്ടിരിക്കും കേട്ടോ. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ചെറിയ ചൂടും ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതവിടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കറി റെഡിയാക്കാം. കറി വന്നിട്ട് ഉണക്കസ്രാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, മീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഇട്ടുകൊണ്ട് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. എന്നിട്ട് അതിലോട്ട് നന്നായി പുളി പിഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം മാങ്ങ ഇട്ടിട്ട് വെക്കാമെന്നാട്ടോ വിചാരിച്ചത്. അത് തന്നെയാണ് ഞാൻ തക്കാളി ഒന്നും എടുത്തില്ല. മാങ്ങയൊക്കെ ചെത്തി കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കിനുമാണ് മാങ്ങ നല്ല അത്യാവശ്യം മധുരമുള്ള ഒരു ടേസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ എന്തായാലും ശരി, ഇനിയിപ്പോൾ മുറിച്ചില്ലേ മാങ്ങ എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞിട്ട് ആ മാങ്ങ ചെത്തിയ മാങ്ങയൊക്കെ ഞാൻ ഇട്ടിട്ട് ഉണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, സിമ്പിളായിട്ടുള്ള അത്താഴമാണ് കേട്ടോ. അപ്പം ചോറിന് വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് ജാക്സണിലോട്ട് ഇറക്കി വെക്കും. ജാക്സണിലോട്ട് ഇറക്കി വെച്ചു എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അത്താഴത്തിന് എണീക്കുമ്പോഴാണ് അത് ഊറ്റുള്ളൂ കേട്ടോ. ചോറിന് ബോധനരിയാണ്, അപ്പോൾ വെന്ത് കുഴയൊന്നുമില്ല. ആ ടൈം ആകുമ്പോഴേക്കിനും അത്ര സമയം ഇരിക്കുമ്പോഴേക്കിനും നന്നായിട്ടൊന്ന് എന്തെന്നാ പറയുക വെന്തിട്ടും ഉണ്ടാവും. നമുക്ക് ആ സമയത്ത് ഊറ്റിയാലും മതി കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും ഞാൻ ചെയ്യാറ്. നോമ്പിന് ബോധനരി നമുക്ക് നല്ല ഉപകാരമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ച് സമയം നമുക്ക് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി, വെന്ത് കുഴയുക അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ മീൻ ചാറിലോട്ട് സ്രാവ് മീനും ഇട്ടിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നതിന് ശേഷം അതേപോലെ തന്നെ മാങ്ങ ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി വലിയ അടുപ്പായ കാരണം നന്നായിട്ട് തിളച്ചോളും. അപ്പോൾ മീനൊന്ന് വേവാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് ഉപ്പേരിക്ക് ഞാൻ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് വന്നിട്ട് ഞാനിതാ മധുരം എന്തായാലും കറിയിൽ ഉണ്ടാവുമല്ലോ, കുറച്ച് മുന്തി നിൽക്കും. കാരണം മാങ്ങ മധുരിക്കുന്ന മാങ്ങയാണ്, കറി മാങ്ങയല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ തേങ്ങയും കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് വയ്ക്കാൻ വിചാരിച്ചു. നമ്മുടെ ബീട്രൂട്ടിനും ചെറുതായിട്ട് നല്ല മധുരമുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ അത് കരുതിയിട്ട് അപ്പോൾ സിമ്പിളായിട്ട് തേങ്ങയൊന്നും ഇടാണ്ട് വെറുതെ താളിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട്
അതിലേക്ക് നമ്മൾ ബീട്രൂട്ടും നന്നായിട്ട് എന്താ പറയുക ക്രഷ് ചെയ്തത് ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് അടച്ചും കണ്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ മിക്സിയിലാണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തത്. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. നമുക്കിങ്ങനെ അരിഞ്ഞു പിടിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വേവും ചെയ്യും. ഇങ്ങനെ കുഞ്ഞതാകുമ്പോൾ വേവും ചെയ്യും. ബാക്കിലേക്ക് കറക്കിയാൽ മതി, നമ്മൾ ഫ്രണ്ടിലേക്ക് കറക്കുമ്പോൾ അത് അരഞ്ഞു പോവും. ബാക്കിലേക്ക് കറക്കുമ്പോൾ ക്രഷായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ തൊട്ടിട്ട് ആ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഞാൻ അതന്നെ ചെയ്യാറ്, അരിയാനും പിടിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ മക്കളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നേരം മദ്രസയൊന്നുമില്ലല്ലോ, അപ്പോൾ നേരം വൈകിട്ട് എണീറ്റാൽ മതി. അതുകൊണ്ട് അവർ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ നോമ്പ് തുടങ്ങിയ അടുത്തുനിന്ന് ഇങ്ങോട്ട് കിടക്കാറ്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിടക്കാറ്. അങ്ങനെ ഞാനൊക്കെ ഉറങ്ങാൻ പോയി. കിടന്നുറങ്ങിയതിന് ശേഷം ഇപ്പോൾ അത്താഴത്തിന് എണീറ്റിട്ടുണ്ട്. അത്താഴത്തിന് എണീക്കുക ഒരു 4:30 ആ ഒരു സമയം ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ. 4:30 ആവില്ല, അതിൻ്റെ കുറച്ച് മുമ്പിട്ട് എണീക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പല്ലേപ്പും അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഒരു 4:30 ആവും. എന്നതിന് ശേഷം മെയിൻ ടാസ്ക് ഫസ്റ്റ് പോയിട്ട് ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കും. എന്നതിന് ശേഷം പിന്നെ ഇവരെ വിളിച്ചു വിടലാണ് കേട്ടോ. മോനെ വിളിച്ചു വിടുമ്പോൾ ഭയങ്കര ഉറക്കമപ്പാണല്ലോ, അപ്പോൾ എണീക്കാൻ ഭയങ്കര പണിയാണ്. 4:30ക്കൊക്കെ എണീറ്റിട്ട് വരാൻ 10 മണിക്ക് കിടക്കണതും അല്ലേ. അവൻ്റെ അടുത്ത് എത്ര നേരത്തെ കിടക്കാൻ പറഞ്ഞാലും അവൻ അത്ര പെട്ടെന്നൊന്നും പോയി കിടക്കില്ല. അവനിങ്ങനെ വെറുതെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നോമ്പാണ്, നോമ്പെടുക്കണം, അത്താഴത്തിന് എണീക്കണം എന്നൊക്കെ പറഞ്ഞാലാണ് വേഗം പോയി കിടക്കുള്ളൂ കേട്ടോ. വീട്ടിലെല്ലാ കുട്ടികളും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഏകദേശം മിക്ക കുട്ടികളും ഇങ്ങനെ തന്നെയായിരിക്കും. ലേറ്റായി കിടന്നിട്ട് നേരത്തെ എണീക്കുമ്പോൾ അവർക്കൊരു ചെറിയൊരു വാശിയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ മോനെ വിളിച്ച് വിട്ടിട്ട് ഇപ്പോൾ അവൻ സോഫയിൽ വന്ന് കിടക്കുകയാണ്. ഇനി അവൻ അവിടുന്ന് വിളിച്ച് എണീപ്പിച്ചാൽ പിന്നെ അവൻ എണീറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഭയങ്കര ഫാസ്റ്റിൽ ഭയങ്കര ഓക്കെ ആയിട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റൊട്ടീന്. പക്ഷേ ഈ വിളിച്ച് വിടൽ ഇത്തിരി പണിയുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് നിന്ന് സമയം പോണു പറഞ്ഞിട്ടേ നിൽക്കുകയാണ് ഞാൻ. കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ പതുക്കല്ലേ കഴിക്കുള്ളൂ. കഴിച്ചൊന്ന് നമുക്ക് നെയ്യത്തൊക്കെ വെച്ചിട്ട് ഒന്ന് ഇരിക്കണം, റിലാക്സ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നേരത്തെ എണീക്കുക തന്നെ വേണമല്ലോ. അപ്പോൾ വിളിച്ച് വിട്ടിട്ടുണ്ട്. മോന് പല്ലേക്കാനൊക്കെ പോയ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാം ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് ചോറും കാര്യങ്ങളൊക്കെ വിളമ്പും. എന്നതിന് ശേഷം ഞാൻ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്നിട്ട്, രണ്ടുപേരല്ല, ഇക്ക നിസ്കരിക്കാൻ പോയിരിക്കുകയാണ്. ഇക്ക വന്നതിന് ശേഷം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കും. ചായ ഒന്നും വെക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. അത്താഴം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും.